ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. മലയാള സിനിമയ്ക്ക് ബട്ടർഫ്ലൈ എഫക്റ്റ്, തുടരും, ലോക എന്നീ സിനിമകളുടെ ഇൻഡസ്ട്രിയൽ ഹിറ്റിനെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ വർക്കലയിലെ 4 പിള്ളേരായിട്ട് വന്ന വാഴ 2 ആണ് മോളിവുഡിലെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. സവിൻ സാ സംവിധാനം ചെയ്ത് ഹാഷിർ ആലൻ അജിൻ വിനായക് പ്രധാന വേഷത്തിലെത്തിയ പുതിയ മലയാള ചലച്ചിത്രം ആദ്യ ഒരാഴ്ചക്കുള്ളിൽ 100 കോടി, 2 ആഴ്ചക്കുള്ളിൽ 200 കോടി. ഇപ്പോൾ ഇതാ ഇൻഡസ്ട്രിയൽ ഹിറ്റും. റീൽസിൽ നിന്ന് വന്ന പയ്യന്മാര്, ചെറിയ ചെറിയ വീഡിയോസും കോണ്ടന്റുമായിട്ട് വന്നുള്ള പയ്യന്മാര് ആദ്യ സിനിമയിൽ വലിയ സ്ക്രീനിലേക്ക് എത്തുന്നു, തിയേറ്ററിലേക്ക് സിനിമ എത്തുന്നു, അത് വൻ വിജയമാകുന്നു. ബട്ട് അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ ഇത്രയും കൊട്ടിയാഘോഷിച്ച് കരഘോഷത്തോടെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റാവുന്ന ആരും പ്രതീക്ഷ കാണില്ല. ആദ്യ ദിവസം തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയും പോസിറ്റീവ് റിവ്യൂസും, അപ്പോഴും കളക്ഷൻ ആദ്യ ദിവസം തന്നെ 5-ൽ കൂടുതൽ കോടി കളക്ഷനും വാങ്ങിയ ഒരു സിനിമ കൂടെയാണ് വാഴ 2. ഇപ്പോഴും നല്ലൊരു തിയേറ്ററുകൾ റൺ തന്നെയാണ് വാഴ 2-ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് തെലുങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാഴ 2 റിലീസ് ചെയ്തു, തെലുങ്ക് വേർഷൻ. അവിടെയും നല്ല പോസിറ്റീവ് പ്രതികരണമാണ്. ഇനി 300 കോടിയിലേക്ക് വാഴ 2 കടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. തുടരും ഏപ്രിൽ 25-ന് ഒരു 2 ദിവസം മുന്നെയാണ് ഒരു വർഷത്തെ ആ ഒരു തുടരും ബ്ലോക്ക് ബസ്റ്ററിന്റെ 1 വർഷം എല്ലാവരും ആഘോഷിച്ചത്. തുടരും ഇൻഡസ്ട്രിയൽ ഹിറ്റായി. ലാലേട്ടന് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഒക്കെ കൊടുത്തു. ഒരു നോർമൽ പടം, ഫീൽ ഗുഡ് പടം എന്ന് എല്ലാവരും പോയി കാണാനിരിക്കെ അവിടെ ഒരു കിണ്ണം കാച്ചി ഒരു മാസ് പടം കൊടുക്കുകയാണ് തരുൺ മൂർത്തി. അതിനുശേഷം അതേ വർഷം തന്നെ ലോക എത്തുകയാണ്. ലോക തുടരുമിന് ഒരു ബട്ടർഫ്ലൈ കൊടുക്കുകയാണ്. കല്യാണി പ്രിയദർശൻ, അതും ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം. ലോക ദുൽഖർ സൽമാൻ പ്രൊഡക്ഷനിൽ വരുന്ന ഒരു ചിത്രം. അത്രയും വലിയൊരു ഹൈപ്പിൽ വന്ന് അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് തുടരുമിന്റെ റെക്കോർഡിനെ മാറ്റി പുതിയ ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് ലോക വരികയാണ്. കല്യാണി പ്രിയദർശൻ ഒരു ഫീമെയിൽ ലീഡ് ഓറിയന്റഡ് സിനിമ ഇത്രമാത്രം നല്ല സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ളതിന്റെ ഒരു അടയാളം കൂടെയായിരുന്നു ലോക. കല്യാണി പ്രിയദർശൻ അത്രയും കിടലിനായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വീഴാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും എമ്പുരാൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് പ്രതീക്ഷയ്ക്ക് തുയരാത്തതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. വാഴ 2 ഒന്നും വാഴ 2 ടീം പോലും പ്രതീക്ഷ കാണില്ല ഇത്രമാത്രം വിജയം കിട്ടുമെന്ന്. ഇപ്പോൾ അവര് ഇൻഡസ്ട്രിയിലെ നെടുന്തൂണെന്ന ഒരു നിലയിലാക്കി നിൽക്കുന്നത്. അതായത് ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും അത് ദിവസങ്ങൾ കഴിയുന്തോറും നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയുന്നു. ചിലപ്പോൾ അവരുടെ വിജയത്തിൽ അവർക്ക് അസൂയുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി ജാടവല്ലോ വരുമെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞേക്ക്. ഇപ്പോൾ അവരുടെ ആ ഒരു സിനിമ സവിൻ സാ സംവിധാനം ചെയ്ത് റൈറ്റർ ബിബിൻ ഡാൻസ് എഴുതിയ ആ സിനിമ വാഴ 2 ഇന്ന് എത്തി നിൽക്കുന്നത് മോളിവുഡിൻ്റെ ഏറ്റവും തലപ്പത്താണ്. അതായത് ലാലേട്ടൻ്റെ തന്നെ തുടരുമിനെ മാറ്റി ലോകയും മാറ്റി ഇപ്പോൾ മോളിവുഡിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് വാഴ 2 എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും വലിയൊരു ചേഞ്ച്, അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്, മൈൽ സ്റ്റോൺ തന്നെയാണ്. കാരണം ആദ്യ സിനിമയിൽ തന്നെ അവർക്ക് 100 കോടി കിട്ടുക, 200 കോടി കിട്ടുക, ഇൻഡസ്ട്രിയൽ ഹിറ്റ് കിട്ടിയ, ഇത്രയും വലിയൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്, അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം അവർ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് റീൽസിലൂടെ വളർന്നവരാണ്. അപ്പോൾ ഒരു വർക്കലയിലുള്ള 4 പയ്യന്മാർ റീൽസിലൂടെ വളർന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമ തിയേറ്ററിലേക്ക് ഇത്രയും ആളുകളെ കയറ്റുന്നു, എല്ലാവരും പോയി സിനിമ കാണുന്നു, വിജയകരമാക്കുന്നു, എല്ലാവരും വൻ പ്രേക്ഷക പിന്തുണകളും റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ പറയുന്നു. എല്ലായിടത്തും പോസിറ്റീവ്. ആദ്യ ഷോ തൊട്ട് തന്നെ പോസിറ്റീവും കാര്യങ്ങളുമാണ് വരുന്നത്. ഇപ്പോഴും സ്റ്റിൽ തിയേറ്ററുകൾ റണ്ണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് വാഴ 2. അപ്പോൾ തലപ്പത്തെത്തി ആര്? എന്തൊക്കെയാണ് ഈ ഹാഷിർ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? തുടരുമനെയൊക്കെ തീർത്ത് ലോകയൊക്കെ തീർത്ത് ഇപ്പൊ വാഴകളാണ് ഇപ്പൊ തലപ്പത്തിരിക്കുന്നത്. വാഴ 2 ഈസ് ദ എമർജിങ് ഓർ ന്യൂ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ഓഫ് ദി മോളിവുഡ് ഇൻഡസ്ട്രി.